കൊച്ചിയിലെ അവസ്ഥ നോക്കാം. കൊച്ചി കോർപ്പറേഷനിലെ സമൃദ്ധി ഹോട്ടലുകളും പ്രതിസന്ധിയിലാണ്. പാചകവാതകം കിട്ടാത്തതിനാൽ വിഭവങ്ങൾ അടക്കം വെട്ടിക്കുറച്ചു. ബിരിയാണിയും ചൈനീസ് വിഭവങ്ങളും ദോശയുമാണ് ഒഴിവാക്കിയത്. വിറകടുപ്പ് തയ്യാറാക്കി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. അർജുൻ മട്ടന്നൂർ വിശദീകരിക്കും. കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്നത് സമൃദ്ധിയാണ്. സമൃദ്ധി വിവിധ ഇടങ്ങളിലുണ്ട്. കൊച്ചി കടവന്ത്ര, അതോടൊപ്പം തന്നെ കൊച്ചി നോർത്ത്, ഫോർട്ട് കൊച്ചി തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെ സമൃദ്ധിയുടെ ഔട്ട്ലെറ്റുകളുണ്ട്. ഇവിടെ വലിയ രീതിയിൽ തിരക്കുണ്ടാകുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ പാചകവാതക പ്രതിസന്ധി ഇവിടെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ തന്നെ ഇത്തരം മുന്നറിയിപ്പുകളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. ഗ്യാസ് ലഭ്യത കുറവ് മൂലം പരിമിതമായ ഐറ്റംസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ ബിരിയാണി അടക്കമുള്ള വിഭവങ്ങളൊക്കെ തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ്. മാത്രവുമല്ല ചൈനീസ് വിഭവങ്ങൾ, അതോടൊപ്പം തന്നെ ദോശ ഐറ്റംസ് അടക്കം ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാനമായും ഒരു പക്ഷേ നാളെ ആകുമ്പോഴേക്കും വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് എന്ന് കോർപ്പറേഷൻ അറിയിക്കുന്നുണ്ട്. വിറകടുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് പാചകം ചെയ്ത വിഭവങ്ങൾ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും വലിയ പ്രതിസന്ധി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ചേച്ചി, ഐറ്റംസ് ഒക്കെ കുറഞ്ഞു? ഐറ്റംസ് കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ചൈനീസ് വിഭവങ്ങളില്ല, ദോശയില്ല, ബിരിയാണി ഇല്ല. ഇനിയിപ്പോൾ ടീ ആൻഡ് സ്നാക്സിൽ ഇവിടെ ഐറ്റംസൊക്കെ കുറച്ചിട്ടുണ്ട്. എല്ലായിടത്തോട്ടും ഓർഡറുകളൊക്കെ പോയേക്കണം. അപ്പോൾ ഓർഡറുകളൊന്നും ഇപ്പോൾ പിടിക്കണില്ല. ഓർഡറൊക്കെ കൊടുക്കുന്നതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ് ഓർഡറുകൾ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടുത്തെ തന്നെ കുറേ കടവന്ത്ര കുറേ സ്ഥലത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങാടൊക്കെ വിടണം, ഐലൻഡ്, ഷിപ്പ് യാർഡ് കുറേ. അപ്പം അങ്ങാടൊക്കെ സ്നാക്സുകളെല്ലാം പോകണം. ഗ്യാസ് ഇപ്പോൾ എത്ര ദിവസം കൂടി ഉണ്ടാവും? ഇന്നും കൂടി ഉണ്ടാവുള്ളൂ ഞങ്ങൾക്ക് ഗ്യാസ്. എന്നും ദിവസം ഉണ്ടാവും. ഇപ്പം ഇനി വിറക് അടുപ്പോ അങ്ങനെ എന്തെങ്കിലും നോക്കും? അടുപ്പ് കൂട്ടണമെന്നാണ് അങ്ങനെ പറയണത്. നാളെ അടുപ്പ് കൂട്ടിയിട്ട് വേണം ചെയ്യാൻ. ഗ്യാസ് ഇല്ലാതെ എന്ത് ചെയ്യാനാണ്? പിന്നെ നമുക്ക് കുറേ തൊഴിലാളികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ. കൂട്ടിയിടാനായിട്ട് പറ്റൂല. നമ്മുടെ കസ്റ്റമറൊക്കെ എല്ലാം പോകും. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ ഇവിടെ തന്നെയാണല്ലോ. അപ്പോൾ അവർ തന്നെ കൂട്ടിയിടരുതെന്നാണ് അവർ പറയണത്. ചേട്ടാ, സ്ഥിരമായി സമൃദ്ധിന്ന് കഴിക്കുന്ന ആളാണോ? പാചകവാതക പ്രതിസന്ധി വന്നതോടെ എല്ലാം കിട്ടുകയില്ല, ചില ഐറ്റംസ് മാത്രം കിട്ടും. എല്ലാം കിട്ടുന്നില്ല. സാധാരണ വാങ്ങുന്ന ഐറ്റംസ് ഒന്നും കിട്ടുന്നില്ല. ഏതായാലും പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ട് എന്നാണ് കോർപ്പറേഷൻ അറിയിക്കുന്നത്. ഒരു കേന്ദ്രീകൃതമായ സാഹചര്യത്തിൽ അവിടെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് വിറകടുപ്പ് ഉപയോഗിച്ചുകൊണ്ട് പാചകം ചെയ്ത് സമൃദ്ധിയിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള നടപടിയിലേക്ക് കടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പ്രതിസന്ധി തുടരുകയാണ്. അർജുൻ മട്ടന്നൂർ, റിപ്പോർട്ടർ, കൊച്ചി.